കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ കാര്യം പറഞ്ഞു. 2015 പൊളിച്ചു നീക്കാൻ പറഞ്ഞ കെട്ടിടമാണ് 2022 പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. താനും തന്റെ ആ പരിഷ്കാരി പെണ്ണും കൂടെ ഇവിടെ കാണിച്ച നിഷേധത്തിന്റെ ദുഷ്കരണങ്ങളാണോ ആ കണ്ടതൊക്കെ? 7 കൊല്ലം മുമ്പ് പൊളിച്ചു നീക്കപ്പെടണമെന്ന് പറഞ്ഞ കെട്ടിടം 2022 23 പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആരുടെ ഉത്തരവാദിത്തമാണ്? ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക ഒടുങ്ങിയത് 2017 21 ആശ മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവരാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ലോ എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടത് എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. 10 കൊല്ലത്തെ ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥത എന്ന വാക്ക് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ നേർചിത്രമാണ്. ഇവിടെ ആളുകൾക്ക് പോയാൽ അവിടെ വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. എന്താ ശരിയല്ല ആരോഗ്യഘട്ടമുണ്ടവൻ. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. നമ്മൾ എത്രമാത്രം വാക്കുകൾ കൊണ്ട് കെട്ടിപ്പോക്കാൻ ശ്രമിച്ചാലും ഡോക്ടർമാർ, ഇപ്പൊ ഡോക്ടർ ഹാരിസ് വളരെ മികച്ച ഡോക്ടറാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയാണ്. മക്കളെ, മാമനോടും തോന്നല്ലേ? കൈ തരിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാം, രാമനാഥൻ ആ തരിപ്പ് തീർത്ത് കളഞ്ഞു. ആ ഹാരിസ് ഡോക്ടറാണ് പറഞ്ഞത് ഇവിടെ വേണ്ടത്ര ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങളില്ല, ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല, ഇവിടെ വേണ്ടത്ര മരുന്നുകളില്ല. ഒരു ഡോക്ടർ തന്നെ ഞാൻ നിസ്സഹായനാണ്. ഐ ആം ഹെൽപ്ലെസ്. ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല ഡോക്ടർ എന്ന് ക്രെഡിറ്റ് കൊടുത്തൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അപ്പൊ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, എന്റെ ആരോഗ്യമന്ത്രിയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കണ്ടേ? കേറിയ മുട്ടായി ഭരണികൾ പൊട്ടിയ മാതിരി തുരുതുരാന്ന് ഓരോന്ന് വന്ന് കേറിക്കൊള്ളും. ആരോഗ്യമന്ത്രി പറഞ്ഞു ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കരിയോയിൽ മുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പുറത്തിറങ്ങിയപ്പോ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച് തലയിൽ ചോര ഒലിപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ തുല്യമായ പരസ്പര ബഹുമാനം കൊടുക്കലാണല്ലോ. ബഹുമാനം കൊടുക്കുക, വാങ്ങ, കൊടുക്കുക, വാങ്ങ. കരിങ്കൊടി പ്രതിഷേധം എന്താണെന്ന് ചോദിച്ചാൽ കറുത്ത കൊടി ഒന്ന് പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ സമക്ഷം ചോദിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ ശ്രീ പിണറായി വിജയൻ. അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിലപ്പോ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. ചേട്ടാ പേര് ഓർമ്മിപ്പിക്കരുത്. ഒരു തള്ളക്കിളി എന്റെ ചെവി കൂടെ കയറി ഇങ്ങോട്ടങ്ങ്. അദ്ദേഹം ചോദിച്ചത് ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം, ഇതല്ലേ ജനാധിപത്യം എന്ന് ചോദിച്ചെടുത്തു നിന്നാണ് കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോ പോലീസും ഗൺമാനും ഒക്കെ ഇറങ്ങി കപ്പളങ്ങ തോരൻ വെച്ച് കൂട്ടിയാ മതി. കപ്പളങ്ങ തിന്നുന്നതിനാ ഇങ്ങനത്തെ ക്രിമികടിക്ക് അതാണ് ബെറ്റ്. അല്ലെങ്കിൽ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോഴേക്കും ആക്രമിച്ചു എന്ന എന്താ പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചു. അതാണല്ലോ ഇപ്പൊ എല്ലാവർക്കും ഇവരെ ഓർത്തുള്ള ഒരു സിമ്പതി. ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിൽ ആക്രമിച്ചു, ആയുധങ്ങളുമായി ആക്രമിച്ചു എന്ന് പോലീസ് ചാർജ് ചെയ്ത കേസിൽ ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് എന്താ? ഒരു ആക്രമിക്കാനുള്ള ഒരു മാരകായുധങ്ങളും ഇല്ലായിരുന്നു എന്നല്ലേ കോടതി കണ്ടെത്തി. എന്താണെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചായിരുന്നു. എന്തിനാണ്? ആരോഗ്യവകുപ്പ് മന്ത്രിയെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു ദൃശ്യം കേരള സമക്ഷം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചായിരുന്നു. ആരെങ്കിലും പുറത്തുവിട്ടോ? നിങ്ങൾ ആരെങ്കിലും പുറത്തുവിട്ടോ? 16 ക്യാമറ ഉണ്ടായിരുന്നു അവിടെ. 16 ക്യാമറ, 12 ചാനൽ ക്യാമറയും 2-3 അല്ലാതെ മൊബൈൽ ക്യാമറകളും RPFന്റെ CCTV ഉൾപ്പെടെ 16 ക്യാമറ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരു ദൃശ്യം എടുത്ത് പുറത്തുവിടാൻ നിങ്ങൾക്ക് സാധിക്കും? അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ മെഡിക്കൽ റിപ്പോർട്ട് തലേ ദിവസം രാത്രി 11 മണിക്ക് വന്നതെന്താ? ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്, ICU തുടരണമെന്നാ പറഞ്ഞത്. ഏത് നിഗൂഢതകളെയും അനാവരണം ചെയ്യാൻ ഈ നാവിന് കഴിയും. സാഹചര്യത്തിലാണ് 4 മണിക്ക് കഴുത്തിന് ഗുരുതരമായ അസുഖമുള്ള ഒരാള് കാറിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുന്ന ഏത് സാഹചര്യത്തിലാണ്? എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. ഇവിടെ നടന്നത് പുറത്തറിഞ്ഞാൽ പിന്നെ മഞ്ഞളിട്ട് അർസൂസ് ജീവിച്ചിരിക്കില്ല. ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതര അസുഖമുള്ള ഒരാള് കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? വഴക്ക് പറയുന്നത് ഞാൻ എന്ത് ചെയ്തിട്ട് ചൊറി വരുമ്പോ എന്നെ മാത്രം വഴക്കു. ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണമാണ്. കുഞ്ഞോനെ ഞാനായോണ്ട് ഇത്രയെങ്കിലും പറഞ്ഞു. വേറെ വല്ലവരും വായി വിളിച്ചോ വല്ലതും പറഞ്ഞേനെ. സ്ഥാനാർത്ഥി പറഞ്ഞതിന്റെ ഉത്തരം ഇവിടെ ഡിവൈഎഫ്ഐ പറഞ്ഞു. വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തവർ
ഇത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റും. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കുണ്ടി കുണ്ടിനാ. ഇയാള് കിണയാണോ അതോ കിണയായിട്ട് അഭിനയിക്കുകയാണോ? ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? ശരി, അതിന്റെ അത് കണക്കെവിടെ? നീ വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത്. പത്തനംതിട്ടയിൽ നിന്നാണ് ആ വാർത്താ സമ്മേളനം ഞങ്ങൾ നടത്തിയത്. അതിനാണ് ചേട്ടൻ നോക്കിയതല്ലേ ആ അക്കൗണ്ടിന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ്? 10 മിനിറ്റ് കൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാവുന്ന കേസാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പത്രക്കാരും നോക്കിയതല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? ആ അക്കൗണ്ടിൽ നിന്ന് 1,20,00,000 1,05,00,000 മറ്റാണ് അല്ലെ? ആ അക്കൗണ്ടിൽ നിന്ന് ഒരു തുക പുറത്തേട്ട് പോയതായിട്ടുള്ള കിടക്കുന്നത് കണ്ടോ? കക്കൂസ് പുറകില നിന്നുരുകണ്ട പൊക്കോ. ഇല്ലല്ലോ, മിനിസ്റ്റർ ആ കേട്ടോളൂ. അവലാരേട്ടൻ മിനിസ്റ്ററായി വളരെ ബന്ധമുള്ള ആളാണ്, ഇത് കേട്ടോളൂ. അല്ലെങ്കിൽ ഈ പത്രക്കാരെല്ലാം ബന്ധമുള്ള എല്ലാവരുമായിട്ടും മഹാമായെ ആവാഹിക്കാൻ വന്ന നീ എന്നെ വാഹിച്ചു കളഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ കണക്ക് ഞങ്ങള് പത്തനംതിട്ട ജില്ലയിൽ വന്ന് പരസ്യമായി ഞങ്ങൾക്ക് കിട്ടിയ ഓരോ തുകയും 500 രൂപ മുതൽ എത്ര രൂപയുടെ കണക്കാണോ ആ അക്കൗണ്ടിന്റെ ഓരോ രൂപയും ഞങ്ങൾ പറഞ്ഞു. സിനിമാസ്കോപ്പ് പടം പോലെ ഷൈൻ ചെയ്തിരുന്ന ഞാൻ ഇപ്പൊ ഫംഗസ് ഏറിയ കാസറ്റ് പോലെ